മകനെ പിടിച്ച പോലീസിനെ അച്ഛൻ അഭിനന്ദിക്കുന്നു. മകൻ അച്ഛനുമായി സംസാരിക്കുന്നു. അതോടെ മകൻ ഒരു തീരുമാനമെടുക്കുന്നു. ആ മകനെ അച്ഛൻ ചേർത്തു പിടിക്കുന്നു. VSDP ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, മകൻ ചെയ്തത് തെറ്റാണ്, പോലീസ് ചെയ്തത് ശരിയുമാണ്. പക്ഷേ തെറ്റ് ചെയ്ത മകനെ തിരുത്താനും ചേർത്തു പിടിക്കാനും പോലീസിനെ അഭിനന്ദിക്കാനും ഒക്കെ കാണിച്ചു അങ്ങയുടെ മനസ്സ്. അതിനൊരു കയ്യടി ആദ്യം. തെറ്റ് കണ്ടയുടൻ നിരാകരിച്ചു പോകാതെ, മകൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് സമൂഹത്തോട് വിളിച്ചു പറയാതെ, ഒളിച്ചു കളിക്കാതെ, പോലീസിനെ കുറ്റപ്പെടുത്താതെ, സത്യം തുറന്ന് സമ്മതിച്ച് മകനെ വളരെ പെട്ടെന്ന് നേർവഴിയിലേക്ക് നയിക്കാൻ കഴിഞ്ഞ ഒരു അച്ഛൻ എന്ന നിലയിലാണ് അങ്ങയെ അഭിനന്ദിക്കുന്നത്. മകൻ എന്തൊക്കെ പറഞ്ഞു? എൻ്റെ മകൻ 1 വർഷമായിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. 27 വയസ്സുണ്ട്. എൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് താമസവും. എൻ്റെ മകനിൽ ഒരു ഭാവവ്യത്യാസം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പേ ആണ് ഇവരെ കൂട്ടുകാരൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് പോവാറുള്ള പോലീസ് കൈ കാണിച്ച് നിർത്തി പിടിച്ചു. ഇതിൻ്റെ മകൻ്റെ കൂട്ടത്തുണ്ടായിരുന്ന നിവാസ് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ പോക്കറ്റിൽ 1 ഗ്രാമോ അതിന് ചില്ലറയുള്ള എന്തോ MDM ഉണ്ടായിരുന്നു. പോലീസ് കൊണ്ടുവന്ന് പരിശോധിച്ച ഉടനെ തന്നെ ആൾ ജാമ്യത്തിൽ വിട്ടു. ഞാനിത് അറിയുന്നില്ല, വിട്ടതിന് ശേഷമാണ് അറിയുന്നത്. അതിനുശേഷം വലിയ വാർത്തയായല്ലോ, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മകൻ പിടിയിൽ എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയായപ്പോൾ പലരും എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ മോൻ്റെ കൂട്ടത്ര ശരിയല്ല എന്ന് പറഞ്ഞു. ഞാനും അന്വേഷിച്ചു പെട്ടെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മോൻ്റെ കൂട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ നല്ല കൂട്ടുകാരല്ല. എൻ്റെ മോനും ചിലപ്പോൾ ഈ കൂട്ടുകാരെ അങ്ങോട്ട് ഇതുപോലുള്ളതിന് പ്രേരിപ്പിച്ചിരിക്കാം, അവർ തിരിച്ചും പ്രേരിപ്പിച്ചു. അതിവിടെ എൻ്റെ ഒരു തർക്ക വിഷയമല്ല. എൻ്റെ മോനെ രാവിലെ വിളിച്ച് 2-2.5 മണിക്കൂർ ഞാൻ സംസാരിച്ചു. അപ്പോഴാണ് ഇതിൻ്റെ ഭീകരത ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരിൽ ആണായാലും പെൺകുട്ടിയായിരുന്നാലും രണ്ടും ഒരുപോലെ ഈ ലഹരിക്ക് അടിമയാണ്. ഒരു മൊബൈൽ ഫോണിൽ ഒരു തുക 5000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 20 മിനിറ്റിനുള്ളിൽ ഒരു സ്ഥലം ഫോട്ടോ എടുത്ത് ആ ഫോണിൽ അയച്ചു കൊടുക്കും. 30 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഈ 20 മിനിറ്റിനകത്ത് ഫോട്ടോ അയക്കുകയും ലൊക്കേഷൻ അയക്കുകയും ചെയ്യും. ആരെന്ന് മനസ്സിലാക്കാൻ നോക്കില്ല. ഇതെൻ്റെ മകൻ പറഞ്ഞാണ്. ഇതിൽ കുറേ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു പോലീസ് ഓഫീസർക്ക് 2-4 ദിവസത്തിനകത്ത് കൈമാറും. നമ്മുടെ നിയമവ്യവസ്ഥ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഈ കോളേജുകളിൽ ഇത്തരത്തിൽ 12, 14, 15 വയസ്സും ഒക്കെ ഉള്ള സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഉള്ള കുട്ടികൾ തെറ്റുമ്പോൾ ഈ പോലീസിന് അല്ലെങ്കിൽ എക്സൈസിനെ അവിടെ ഒരു സ്പൈ വർക്കറെ പോലെ ആരെങ്കിലും അവർ ബന്ധപ്പെട്ട് വച്ചിരുന്നാൽ പോലും ഒരു ദിവസം 5 കേസ് പിടിക്കാം. ഇത് പിടിക്കാനൊന്നും താമസമല്ല. ഇത് കൊണ്ടുവരുന്ന ആളുകൾ എല്ലാം എൻ്റെ കൂടെ എൻ്റെ മകൻ പറഞ്ഞു. പലരും ഭയപ്പെട്ടത് പുറത്ത് പറയുന്നില്ല. എൻ്റെ മോൻ എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞത്, ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഇത് ഉപയോഗിക്കില്ല, ഞാനതിൽ അവൻ പറഞ്ഞാൽ അഭിമാനം കൊള്ളുന്നു. എൻ്റെ മോൻ ചെയ്ത തെറ്റ് തന്നെന്ന് ഞാൻ പറയാൻ കാര്യം, ഇതൊരു വിപത്താണ് കേരളത്തിൽ. ഇത്രയും ശ്രദ്ധാപൂർവം നടക്കുന്ന പൊതുപ്രവർത്തനം ചെയ്യുന്ന എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ്റെ അടുത്ത് ഈ ലഹരി ഓടിയെത്തിയെങ്കിൽ എത്രയോ ആളുകളുടെ വീടുകളിൽ ഇത് എത്തിക്കഴിഞ്ഞിരിക്കും എന്നുള്ള ഒരു ഭയാനകമായ ഒരു പേടിപ്പെടുത്തലാണ്. ഇതിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ മോൻ്റെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ മനസ്സിലാക്കിയതിൽ നിന്ന് വളരെ ഭീകരമാണ്. എല്ലാ സ്ഥലത്തും 30 കിലോമീറ്ററിനകത്ത് 20 മിനിറ്റ് കൊണ്ട് ഏത് സ്ഥലത്തും ചോദിക്കുന്ന സാധനം ബൈക്കിൽ കൊണ്ട് വച്ചിട്ട് മാറിക്കളയുന്നു. ഇത് പോലീസിൻ്റെ മുന്നിലൂടെയല്ലേ? ഇത് പിടിക്കുവാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് കഴിയണ്ടേ? എല്ലാ കുട്ടികളെ നശിച്ച് നാനാവിശേഷമായി അച്ഛനെ കൊന്ന് ആ സഹോദരിയെ കൊന്നു, അങ്ങനെ കൊന്ന് നിരന്തരം വാർത്തകൾ സൃഷ്ടിച്ചു പോകുമ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിപത്തെന്തെന്ന് ചോദിച്ചാൽ ഒറ്റ വിപത്തേ ഉള്ളൂ. കുട്ടികൾ, അടുത്ത തലമുറ വികൃതമായിട്ട് മദ്യപിച്ച് അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്നു. തിരിച്ചറിയാൻ കഴിയില്ല. നേരത്തെ കുട്ടികൾ കള്ളവെല്ലം ഒക്കെ കുടിച്ചാൽ, എനിക്ക് അറിയാവുന്നുള്ളത്, ചാരായം കുടിച്ചാൽ ഞാൻ ദൂരെ വച്ചാൽ കണ്ടാൽ പറയാം അവൻ കുടിച്ചിരിക്കണം നാറണം. പക്ഷേ എൻ്റെ മോനിലൊരു ഗ്യാസും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അവൻ കഴിച്ചത് MDM ആയിരുന്നു.
ഞാൻ MDM കണ്ടിട്ടില്ല. എൻ്റെ പൊതുപ്രവർത്തനം 62 വയസ്സിനിടയ്ക്ക് ഞാൻ ഈ ലഹരി വസ്തുക്കൾ കണ്ടിട്ടില്ല. എത്രയോ ആളുകളുടെ മക്കൾ വഴിയാതരമാകുന്നു പഠിക്കാൻ പോകുന്ന സമയത്ത്. എത്രയോ കുട്ടികൾ അറിയപ്പെടാതെ വീടുകളിൽ സുഖമായി ഉറങ്ങുന്നു. എൻ്റെ നാടിൻ്റെ പരിസരം കള്ളിക്കാട് ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് അയക്കാൻ ആ പയ്യനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നാട്ടുകാരെല്ലാവരും പറഞ്ഞു, ഈ പയ്യൻ നല്ല പയ്യനാണ്, ഈ പ്രദേശത്ത് ഒരു വിഷയത്തിനുമില്ല, എപ്പോഴും വീട്ടിലുണ്ടാവുമെന്നാണ്. ഇപ്പോഴാണ് 1 മാസമേ ആവണുള്ളൂ, കല്യാണം കഴിച്ചയച്ചു 1 മാസമായി. ഇവൻ എപ്പോഴും വീട്ടിനകത്തിരിക്കാൻ കാര്യം ഇവൻ ഇതുപോലെ ലഹരി കഴിച്ചാണ് ഇരിക്കുന്നത്. കുട്ടിയെ കല്യാണം കഴിച്ചയച്ചു 1 മാസമേ ആയുള്ളൂ. ഈ കള്ളിക്കടത്തുള്ള എൻ്റെ ആ പാവപ്പെട്ട കുട്ടിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങനെ എനിക്ക് പറയാൻ 100 കണക്കിന് കാര്യങ്ങളുണ്ട്. 1 മാസം പോലും കല്യാണം കഴിഞ്ഞാൽ ഒന്നിച്ച് താമസിക്കാതെ വേർതിരിച്ചോടേണ്ടി വരുന്ന സ്ഥിതി. ഈ സർക്കാരിന് ഇവിടെ ഇതിനപ്പുറം വേറൊരു പൗരുഷത്തിന് അന്വേഷിക്കാനിരിക്കണോ? ഈ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് ഇറങ്ങിക്കൊണ്ടത് പരാജയപ്പെടുത്തണം. ഈ കിട്ടിയ വിവരങ്ങളെല്ലാം കൈമാറാൻ തയ്യാറാണ്. അത് വച്ച് ദിവസങ്ങളോളം ആ ഫയൽ വെച്ച് സൂക്ഷിക്കാനുള്ളതല്ല. തൻ്റെ ഇടമല്ല 1-2 പോലീസ് ഓഫീസർ രംഗത്ത് വന്നാൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വാക്കുകൊടുക്കുന്നു, ഒറ്റയാഴ്ച കൊണ്ട് ഈ ജില്ലയിലെ എല്ലാവരെയും നമുക്ക് നുള്ളി പറക്കാം. ആരെയും അപകടപ്പെടുത്താനല്ല. എത്ര വലിയവനായാലും കുറ്റവാളിയെ നമുക്ക് കണ്ടെത്തണം. ഇത് കൊണ്ടുവരുന്ന ആളുകളെയൊക്കെ നമുക്ക് കണ്ടെത്തണം.